അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1293, സൂറത്തു തൗബ 53 മുതൽ 57 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ അൻഫിഖൂ തൗഅൻ ഔ കറഹൻ ലൻ യുതഖബ്ബല മിൻകും ഇന്നകും കുൻതും ഖൗമൻ ഫാസിഖീൻ. وما منعهم أن تقبل منهم نفقاتهم إلا أنهم كفروا بالله وبرسوله ولا يأتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون. فلا تعجبك أموالهم ولا أولادهم إنما يريد الله ليعذبهم بها في الحياة الدنيا وتزهق أنفسهم وهم كافرون. ويحلفون بالله إنهم لمنكم وما هم منكم ولكنهم قوم يفرقون. لو يجدون ملجأ أو مغارات أو مدخلا لولوا إليه وهم يجمحون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. قل നബിയെ അങ്ങ് പറയുക, അൻഫിഖു കപടന്മാരെ നിങ്ങൾ ചെലവഴിക്കുക, തൗഅൻ സ്വമേധയാ, ഔ കർഹൻ അല്ലെങ്കിൽ നിർബന്ധിതരായ നിലക്ക് ചെലവഴിക്കുക, ലൻ യുതഖബ്ബല മിൻകും എങ്ങനെ ചെലവഴിച്ചാലും നിങ്ങളിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നക്കും കുന്തും ഖൗമൻ ഫാസിഖീൻ നിശ്ചയം നിങ്ങൾ തെമ്മാടികളായ ഒരു കൂട്ടമായിരിക്കുന്നു, അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് പുറത്തു ചാടിയ ഒരു കൂട്ടമായിരിക്കുന്നു നിങ്ങൾ. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാത്തുഹും അവർ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതിന് അവർക്ക് തടസ്സമായില്ല. ഇല്ല അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി അവർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും നിഷേധിച്ചു എന്നതല്ലാതെ. വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല മടിയന്മാരായിട്ടല്ലാതെ നിസ്കരിക്കാൻ വന്നില്ല എന്നതുമല്ലാതെ. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ വെറുപ്പോടുകൂടെ അല്ലാതെ അവർ എന്തെങ്കിലും ചെലവാക്കുന്നില്ല എന്നതുമല്ലാതെ അവരുടെ ഈ ദാനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. അതായത് അവർ സ്വീകരിക്കപ്പെടാതിരിക്കാനുണ്ടായ കാരണങ്ങൾ, ഒന്ന് അവർ നിഷേധികളായി എന്നതാണ്, രണ്ടാമത്തത് നിസ്കാരത്തിന് മടിയന്മാരായിട്ടേ വരൂ, മൂന്നാമത്തത് എന്തെങ്കിലും ചെലവഴിക്കുന്നത് തന്നെ പണ്ടാരമടങ്ങാൻ എന്ന ഒരു കണ്ടീഷനിലായിരിക്കും. ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും അവരുടെ സന്താനങ്ങളും അവരുടെ സമ്പത്തുക്കളും തങ്ങളെ അത്ഭുതപ്പെടുത്തരുത്. വെച്ചാൽ വലിയ സാമ്പത്തിക സ്ഥിതിയും സൗകര്യങ്ങളൊക്കെ അവർക്കുണ്ട് എന്നത് അവരൊരു മഹാസംഭവമാണ് എന്ന ഒരു തോന്നൽ തങ്ങൾക്ക് വരരുത്. ഇന്നമാ യുരീദുല്ലാഹു ലിയുഅസ്സിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയ കാരണം ആ സമ്പത്തും സന്താനങ്ങളും മുഖേന ഭൗതിക ലോകത്ത് അള്ളാഹു അവരെ ശിക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ നിഷേധികളായിരിക്കെ തന്നെ അവരുടെ ആത്മാക്കൾ പുറത്തു പോവുകയും ചെയ്യും, അഥവാ മരിക്കുകയും ചെയ്യും. വയഹലിഫൂന ബില്ലാഹി അള്ളാഹുവിനെ പിടിച്ചവർ ആണയിട്ടു പറയും, സത്യം ചെയ്തു പറയും, ഇന്നഹും ലമിൻകും അവർ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന്. വമാഹും മിൻകും യഥാർത്ഥത്തിൽ അവർ നിങ്ങളിൽപ്പെട്ടവരല്ല. വലാകിന്നഹും ഖൗമുൻ യഫറഖൂൻ മറിച്ച് അവർ ഭീതിയുള്ള പേടിയുള്ളൊരു വിഭാഗമാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളൊപ്പാണെന്ന് അവർ പറയുന്നത്. ലൗ യജിദൂന മൽജഅൻ വല്ല അഭയസ്ഥാനവും നിങ്ങളുടേതല്ലാതെ അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, ഔ മഗാറാത്തിൻ അല്ലെങ്കിൽ വല്ല ഒളി സങ്കേതങ്ങളും ലഭിച്ചിരുന്നുവെങ്കിൽ, ഔ മുദ്ദഖലൻ അല്ലെങ്കിൽ വല്ല സുരക്ഷിതമായ മാളങ്ങളും അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, ലവല്ലൗ ഇലൈഹി അതിലേക്ക് അവർ അഭയം പ്രാപിക്കുമായിരുന്നു, വഹും യജ്മഊൻ ധൃതി പിടിക്കുന്നവരായ നിലക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തത്തിൽ അവസാനമായി പറഞ്ഞു നിർത്തിയത് എന്താണ്? സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉഹദിലും മറ്റും ചില തിരിച്ചടികൾ ഉണ്ടായത് ആഘോഷിക്കാൻ മെനക്കെട്ട കപടന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം സത്യവിശ്വാസികൾ പറയുകയായിരുന്നുവല്ലോ, ഞങ്ങൾക്ക് അല്ലാഹു കണക്കാക്കിയതെന്തോ അത് ഞങ്ങൾക്ക് വരും,
ഞങ്ങൾ അവനിലാണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് സ്വീകരിക്കാനും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് എന്തു വന്നാലും ആത്യന്തികമായി ഞങ്ങൾക്ക് നേട്ടമായിരിക്കും. ഒന്നുകിൽ ഞങ്ങൾക്ക് വരുന്നത് പരീക്ഷണമായിരിക്കും, അതിന് അള്ളാഹു കൂലി തരും. അല്ലെങ്കിൽ ശത്രുക്കൾക്ക് മേലുള്ള വിജയമായിരിക്കും, എങ്കിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകും. എന്നാൽ നിങ്ങളെ കാര്യമോ ജനങ്ങളെ, നിങ്ങൾക്കൊന്നുകിൽ അള്ളാഹു തആല സ്വന്തമായി വല്ല ക്യാപിറ്റൽ പണിഷ്മെന്റും നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് അള്ളാഹു തആല അത് ചെയ്യിപ്പിക്കും. എന്താണെങ്കിലും നിങ്ങളെ കാര്യം പോക്കാണ് എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞുവല്ലോ. അതിന് തുടർച്ചയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പൊ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ ഉണ്ടാകും എന്നാണ് ഇപ്പൊ കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞതിന്റെ സ്പിരിറ്റ്. അതിനെ തുടർന്ന് അള്ളാഹു തആല അവരുടെ മറ്റൊരു അപജയത്തെക്കുറിച്ച് പറയുകയാണ്. ഈ കപടന്മാരുടെ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പരസ്യമായി പറയുകയും എന്നാൽ മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ക്വാളിറ്റി കാത്തു സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ട മുഖമുള്ള ആളുകൾ, ആ ഇരട്ട മുഖമുള്ള ആളുകളെ അല്ലാഹു തആല ഒന്നുകൂടി തുറന്നു കാണിക്കുകയാണ്. എന്താണത്? ഖുൽ നബിയെ തങ്ങൾ അവരോട് പറയൂ, അൻഫിഖൂ തൗഅൻ, നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെലവാക്കൂ, ഔ കർഹൻ അല്ലെങ്കിൽ നിർബന്ധിതരായിട്ട് ചെലവാക്കൂ. ചിലപ്പോ അവർ ഇഷ്ടത്തിന് കൊടുക്കും. എങ്ങനെ? ആളുകളുടെ മുന്നിൽ നല്ല പേര് കിട്ടും, ഞാൻ ഇത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്ന് നാട്ടുകാരൊക്കെ അറിയും എന്ന് കണ്ടാൽ വാരിക്കോരി കൊടുക്കും. അപ്പൊ നാട്ടുകാർ കേൾക്കും, അവരറിയും, അവരുടെ മുന്നിൽ എനിക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നൊക്കെ കണ്ടാൽ ആ സമയത്ത് അവർ നല്ല ഇഷ്ടത്തോടുകൂടെ തന്നെ സമ്പത്ത് വാരിക്കോരി ചെലവാക്കും. അതാണ് തൗഅൻ എന്ന് പറയുന്നത്, സ്വമേധയാ ചെലവാക്കുക. ഔ കർഹൻ അല്ലെങ്കിൽ നിർബന്ധിതരായി ചെലവാക്കുക. നിർബന്ധിതരായി ചെലവാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഇടങ്ങേറുകൾ വരാനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോ ശല്യം പോയി കിട്ടട്ടെ എന്ന അർത്ഥത്തിലുള്ളൊരു കൊടുതി അവർ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് ഇപ്പൊ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധികളായിരുന്ന ഈ കപടന്മാർ, ആ കപടന്മാരുടെ കൂട്ടത്തിൽ അവരുടെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന ആളാണല്ലോ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ. ആ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ ഒരു മകനുണ്ട്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അദ്ദേഹം കറകളഞ്ഞ സഹാബിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ ഇഷ്ടവും താല്പര്യവും കൊണ്ട് നടക്കുന്ന ആളാണ്. ഉപ്പായുടെ ഈ തലതിരിഞ്ഞ നിലപാടിനെതിരെ അതിശക്തമായിട്ടുള്ള വിഷമവും ദുഃഖവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിത്വമാണ്. ആ നിലക്കുള്ള അബ്ദുല്ലാഹി എന്നാൽ മകനോട് മകൻ എന്ന നിലക്ക് ഇയാൾക്കല്ല ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മകൻ എന്തെങ്കിലും പൈസ ചോദിക്കുമ്പോ മകന് എന്തിന് ക്യാഷ് കൊടുത്താലും ആ ക്യാഷ് വാസ്തവത്തിൽ ഇസ്ലാമിന്റെ പുരോഗതിയിലേക്കായിരിക്കും അവൻ ചെലവാക്കുക. അപ്പൊ മകന് ക്യാഷ് കൊടുക്കുന്നത് ഇയാൾക്ക് ഭയങ്കര വെറുപ്പാ. പക്ഷെ എന്നാലും മകനല്ലേ, ചോദിച്ചിട്ട് അങ്ങനെ കൊടുക്കാതിരിക്കും. അപ്പൊ ആ നിലക്കൊക്കെ ചെലവാക്കല് അതൊക്കെ അതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ സ്വമേധയാ ചെലവാക്കിയാലും അല്ല നിങ്ങൾ നിർബന്ധിതമായി ചെലവാക്കിയാലും ലൻ യുതഖബ്ബല മിൻകും നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല. നിങ്ങൾ ധർമ്മം കൊടുത്താൽ ആ ധർമ്മം കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിനക്ക് ചെലവാക്കുന്നത് അത് സ്വന്തം ഇഷ്ടത്തിന് ചെലവാക്കിയാലും ഇനി നിവൃത്തിയില്ലല്ലോ എന്ന നിലക്ക് ചെലവാക്കിയാലും നിങ്ങളൊക്കെ അന്ന് സ്വീകരിക്കപ്പെടൂല. എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടില്ല? ഇന്നക്കും കുന്തും ഖൗമൻ ഫാസിഖീൻ, നിശ്ചയം നിങ്ങൾ തെമ്മാടികളായ ഒരു വിഭാഗമാകുന്നു, തെമ്മാടികളായ ഒരു സമൂഹമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. തെമ്മാടികൾ, ഫാസിഖ് വെച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനത്തിന് പുറത്തു കടന്നവർ എന്നാണ് ആ വാക്കിന്റെ നേരെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനിമം തബീരി റഹ്മഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഖുൽ നബിയെ തങ്ങൾ പറയൂ, ലി ഹൗലാഇൽ മുനാഫിഖീൻ, ഈ കപടന്മാരോട് തങ്ങൾ പറയൂ, അംഫിഖു കൈഫ ശിഅ്തും അംവാലക്കും ഫീ സഫരിക്കും ഹാദാ വഗൈരി, ഈ തബൂക്ക് യുദ്ധത്തിന്റെ യാത്രയിലും അല്ലാത്തടത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ചെലവാക്കൂ, അല ഐ ഹാലിൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവസ്ഥയിലും നിങ്ങൾ ചെലവാക്കൂ. അതായത് ഇഷ്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ നിർബന്ധിതരായിട്ടൊക്കെ ചെലവാക്കൂ. എങ്ങനെ ചെലവാക്കിയാലും ഫഇന്നകും മിൻ തുൻഫിഖൂഹാ ലൻ യതഖബ്ബൽ അല്ലാഹു മിൻകും നഫഖാതികും, നിങ്ങൾ എങ്ങനെ ചെലവാക്കിയാലും നിങ്ങൾ ചെലവാക്കിയതിനെ അള്ളാഹു സ്വീകരിക്കില്ല. കാരണം എന്താ? വാൻതും ഫീ ശക്കിൻ മിൻ ദീനിക്കും, നിങ്ങളുടെ ഈ മതത്തെക്കുറിച്ച് അഥവാ നിങ്ങൾ ഇസ്ലാമിലാന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സംശയത്തിലാണ്. ഇത് ശരിയാണോ നിങ്ങൾക്ക് അറിയില്ല. വജഹ്ലിൻ മിൻകും ബിനുബുവത്തി നബിയിക്കും, നിങ്ങളുടെ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരമില്ല. വസൂഇ മഅരിഫത്തിൻ മിൻകും ബിസവാബില്ലാഹി വഇഖാബിഹി, അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം തരുമോ ശിക്ഷ തരുമോ എന്നതിനെ സംബന്ധിച്ചൊന്നും നിങ്ങൾക്ക് നല്ല ധാരണയില്ല. വളരെ മോശമായ ഒരു ധാരണയാണ് നിങ്ങൾക്ക് സംബന്ധമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നക്കും കുന്തും ഖൗമൻ ഫാസിഖീൻ, നിങ്ങൾ തെമ്മാടികളായ ഒരു വിഭാഗമായിരിക്കുന്നു. അതായത്
ഖാരിജീനാനിൽ ഈമാനി ബിറബ്ബിക്കും, നിങ്ങളുടെ നാഥനെ കൊണ്ട് വിശ്വസിക്കുക എന്നതായിരുന്നു നിങ്ങളിൽ നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ. ആ നന്മയിൽ നിന്ന് നിങ്ങൾ പുറത്തു കടന്നിരിക്കുന്നു. നിങ്ങൾ ചെലവാക്കു പറഞ്ഞ കൽപ്പനയല്ല, നിങ്ങൾ എങ്ങനെ ചെലവാക്കിയാലും എന്ത് ചെയ്യൂല, സ്വീകരിക്കപ്പെടുകയില്ല എന്നൊരു പ്രസ്താവനയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് എപ്പോഴാ? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചു, കപടന്മാരുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ജദ്ദു ബിനു ഖൈസ് എന്ന് പറയുന്നയാൾ. വലിയ ധനികനാണ് അവൻ, വലിയ പൈസക്കാരനാണ്. അപ്പൊ ജദ്ദു ബിനു ഖൈസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലേക്കുള്ള യുദ്ധയാത്രയെ സംബന്ധിച്ച് പറയുകയും നിങ്ങൾ പുറപ്പെടണം, ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്, നബിയെ, എനിക്ക് ആ വെള്ളക്കാരികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടാൽ സഹിക്കാൻ പറ്റൂല, ഞാൻ അവരെ കയറിപ്പിടിക്കും, പിന്നെ നമ്മുടെ സംഘത്തിന് അതൊരു ചീത്തപ്പേരാവും, അതുകൊണ്ട് എന്നെ നിങ്ങൾ കുഴപ്പത്തിലാക്കരുത്. എന്റെ സമ്പത്തിതാ ഹാദാ മാലി ഉഈനുക്കും, എന്റെ സമ്പത്തിതാ കിടക്കുന്നു ഇഷ്ടംപോലെ, നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണ്ടത്? ആ ഫിനാൻഷ്യലായിട്ടുള്ള ക്രൈസസ് ഒക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, നിങ്ങൾ എനിക്ക് യുദ്ധത്തിന് വരാതിരിക്കാനുള്ള ഒരു അനുമതി തന്നാൽ മതി എന്നവൻ പറഞ്ഞു. വാസ്തവത്തിൽ ജദ്ദു ബിനു ഖൈസ് കടുത്ത ഭിഷിക്കനാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു പഞ്ച് ഡയലോഗ് ഇവിടെ അടിച്ചത് എന്തിനാ? അത് യുദ്ധത്തിന് പോകാതിരിക്കുക എന്ന തന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം നടക്കാൻ അതിനേക്കാൾ ചെറിയ മറ്റൊരു മരുന്ന് മുന്നിൽ ഇട്ടുകൊടുത്തു നോക്കിയതാണ്, ഒരു തുരുപ്പുചീട്ട് മുന്നിൽ ഇട്ടുകൊടുത്തു നോക്കിയതാണ്. അപ്പൊ അവൻ അങ്ങനെ എന്റെ സമ്പത്തിതാ നിങ്ങൾ വേണ്ടതെടുത്തോളൂ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ വേണ്ടി അള്ളാഹ് നിർദ്ദേശിച്ചതാണ്, ഈ തന്നിട്ടൊന്നും കാര്യമില്ലടോ, നിന്റെ പൈസ നീ സ്വമേധയാ തന്നാലും നിർബന്ധിതനായി തന്നാലും ഒന്നും അത് സ്വീകരിക്കപ്പെടില്ല. കാരണം ഒരു മനുഷ്യന്റെ സുഹൃതങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രഥമമായി ചില ക്വാളിറ്റികൾ അവനുണ്ടാകണം, ചില ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം. ആ ക്വാളിഫിക്കേഷനിലെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനാണ് അവൻ ആരായിരിക്കണമെന്നത്. അവൻ നല്ല വിശ്വാസിയായിരിക്കണം എന്നത് ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. നിനക്കാണെങ്കിൽ എന്തില്ല? വിശ്വാസമില്ല. അപ്പൊ വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്ന് അവനോട് പറയാൻ വേണ്ടി അല്ലാഹു തആല നിർദ്ദേശിച്ചതാണ് ഇവിടെ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇവിടെ വിശദീകരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് എന്തുകൊണ്ട് ഇത് സ്വീകരിക്കപ്പെടില്ല എന്നതിന്റെ കാരണം വിശദീകരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് യാതൊരു സ്വസ്ഥതയും സമാധാനവും യഥാർത്ഥത്തിൽ ലഭിക്കില്ലാത്ത വിധം അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് അവർ വിധേയരായിരിക്കുകയാണ് എന്നാണ് അള്ളാഹു തആല പറഞ്ഞതിന്റെ ചുരുക്കമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. അപ്പോ എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും, അവരിൽ നിന്ന് അവർ ചെലവാക്കുന്ന ദാനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കും വിധത്തിൽ അവരെ അള്ളാഹു തആല തടഞ്ഞില്ല. ഇല്ല അന്നഹും കഫറൂ ബില്ലാഹ്, അവർ അള്ളാഹിനെ നിഷേധിച്ചു എന്നതല്ലാതെ, എന്ന കാരണം കൊണ്ടല്ലാതെ. അതായത് അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുക എന്ന ആ അടിസ്ഥാന ക്വാളിറ്റി ഒരാൾക്ക് ലഭിക്കുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ നിന്നാണ് അള്ളാഹു അമലുകൾ സ്വീകരിക്കുക. അപ്പൊ വിശ്വാസമില്ലാത്തവന്റെ അമലുകൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ്, അങ്ങനത്തെ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ വിശ്വാസമില്ലാന്നുള്ളതാണ് ഇതിന്റെ കാരണം. രണ്ടാമത്തത് വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല, അവർ മടിയന്മാരായിട്ടല്ലാതെ നിസ്കരിക്കാൻ വരൂല. അതായത് ലൈസ ലഹും ഖസ്തുൻ സഹീഹുൻ വലാ ഹിമ്മത്തുൻ ഫിൽ അമലി, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, അവർക്കൊരു നല്ല ലക്ഷ്യമോ നല്ല ഉദ്ദേശമോ ഇല്ല. അതേപോലെ തന്നെ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ആ പ്രവർത്തനത്തിനുണ്ടാകേണ്ട ഒരു സതുദ്ദേശപരമായ ഒരു തീരുമാനം ഉണ്ടാകണം, ആ തീരുമാനവും അവർക്കില്ല. അതുകൊണ്ടാണ് അവരെ സ്വീകരിക്കപ്പെടാത്തത്. മൂന്നാമത്തത് വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, വെറുപ്പുള്ളവരായിട്ടല്ലാതെ അവർ ചെലവാക്കൂല. ഇവിടെ 3 സൈസ് കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. ഒന്ന്, അവർക്ക് വിശ്വാസമല്ല, അത് മനസ്സുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ്. വിശ്വാസം എന്നതിന്റെ അടിസ്ഥാനം മനസ്സാണ്.
രണ്ടാമത്തത് ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? നിസ്കാരം എന്ന് പറയുന്നത്. മൂന്നാമത്തത് സമ്പത്ത്, അല്ലെ? മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഈ മൂന്ന് നിലക്കും അവരെന്ത് ചെയ്തില്ല? അവർ ഗുണമുള്ളവരായില്ല, നന്മയുള്ളവരായില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടേത് സ്വീകരിക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും. നബിയെ, അവരുടെ സമ്പത്തുക്കളും സന്താനങ്ങളും തങ്ങളെ അത്ഭുതപ്പെടുത്തണ്ട എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനോടാ പറയണമെങ്കിലും ഈ ഉമ്മത്തിലെ വളരെ ലോലമായ മനസ്സിന്റെ ഉടമകൾ അല്ലെങ്കിൽ ചില ദോഷൈക ദൃക്കുകൾ, അത്തരക്കാരോടാണ് വാസ്തവത്തിൽ അതിന്റെ സംബോധന എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബിക്ക് എന്തായാലും സമ്പത്ത് കണ്ണു മഞ്ഞളിക്കുന്ന ആളല്ലല്ലോ. പർവ്വതങ്ങൾ വന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വർണ്ണായി തരാൻ നബി എന്ന് പറയുമ്പോഴും മഹാന്മാരായ സഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ തങ്ങൾക്ക് നല്ലൊരു വിരിപ്പുണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോഴൊക്കെ മുത്തുനബിയുടെ മറുപടി എന്താ? ഈ ദുനിയാവും ഞാനും തമ്മിൽ എന്തു ബന്ധം? ഒരു യാത്രക്കാരൻ യാത്രക്കിടയിൽ തണൽ മരത്തിന്റെ ചുവട്ടിൽ അല്പസമയം ഇരിക്കുകയും അത് കഴിഞ്ഞ് ആ തണൽ ഉപേക്ഷിച്ച് അദ്ദേഹം തന്റെ യാത്ര തുടരുകയും ചെയ്യുന്നത് പോലെ താൽക്കാലികമായി താമസിക്കുന്ന ഇടമല്ലേ ഇത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരിക്കലും തന്നെ സമ്പത്ത് കണ്ണു മഞ്ഞളിക്കില്ല. പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞതിന്റെ അർത്ഥം ആർക്കെങ്കിലുമൊക്കെ സാമ്പത്തികമായി ചില നേട്ടങ്ങൾ, ഭൗതികമായി ചില പുരോഗതികൾ, ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നത് കാണുമ്പോ ചില സാധുക്കളായ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് അവർ ഭാഗ്യവാന്മാരാണ് എന്നൊരു തോന്നൽ വരും. വാസ്തവത്തിൽ ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കുന്നത് കയ്യിലുള്ള പണത്തിന്റെ അളവ് കൊണ്ടല്ല, അതേപോലെ തന്നെ മക്കളുടെ എണ്ണത്തിന്റെ പെരുമ കൊണ്ടല്ല, മറിച്ച് ആ സമ്പത്തും അതേപോലെ സന്താനങ്ങളും ഒക്കെ അവൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നോക്കിയിട്ടാണ് വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്, ഭാഗ്യനിർഭാഗ്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അള്ളാഹു തആല ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു, ആ സമ്പത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി സ്വമേധയാ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചെലവഴിക്കാൻ അവൻ തയ്യാറാവുന്നുവെങ്കിൽ ആ സമ്പത്ത് അവന്റെ സ്വർഗപ്രവേശനത്തിലേക്ക് ചിലപ്പോൾ അവനെ എത്തിക്കും. അതേപോലെ സന്താനങ്ങളെ അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് അവൻ ഏറ്റവും വലിയ ആശ്വാസമായി ആ സന്താനങ്ങളുടെ പ്രാർത്ഥനകൾ വരും. അതേസമയത്ത് ഈ സന്താനങ്ങളും സമ്പത്തൊക്കെ തന്റെ അഭിമാനം പറയാനും ജനങ്ങളുടെ മുന്നിൽ അഹങ്കരിക്കാനുമുള്ള ഒരു മാർഗമാക്കി മാറ്റിയാലോ എങ്കിൽ അതൊരു ഏറ്റവും വലിയ പരീക്ഷണ വസ്തുവാകും. അതാണ് ഇവിടെയും പറയുന്നത്, ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും. അവരുടെ സമ്പത്തുക്കളും സന്താനങ്ങളും തങ്ങളെ അത്ഭുതപ്പെടുത്തണ്ട. ഓർക്ക് പൈസ ഉണ്ടെന്നുള്ളത് ഒരു പ്രശ്നമായി കാണണ്ട, അതിന്റെ പേരിൽ അവർക്കൊരു പ്രത്യേക പരിഗണനയും തങ്ങൾ കൊടുക്കണ്ട. കാരണം എന്താ? ഇന്നമാ യുരീദുല്ലാഹു ലിയുഅസ്സിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ സമ്പത്തും അതേപോലെ സന്താനങ്ങളും മുഖേന ഭൗതിക ലോകത്ത് അവരെ ശിക്ഷിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ അള്ളാഹു അവർക്ക് ചില പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കൊടുക്കും. സമ്പത്തുകൾ ചിലപ്പോൾ നഷ്ടപ്പെടും, അതേപോലെ തന്നെ സന്താനങ്ങൾ മരിക്കുകയോ മറ്റു വിഷമങ്ങളിൽ അകപ്പെടുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു തിരിച്ചടിയായിട്ട് അവർ കാണും, വല്ലാതെ ദുഃഖിക്കും. അപ്പൊ അതവർക്കൊരു പരീക്ഷണമായി മാറും. അതേസമയത്ത് ഇതൊക്കെ മോമിനികൾക്കും ഉണ്ടാവില്ലേ, വിശ്വാസികൾക്കും ഉണ്ടാവില്ലേ? വിശ്വാസികൾക്കും ഉണ്ടാവും. പക്ഷെ വിശ്വാസികൾക്ക് അതുണ്ടായാൽ അവർ ക്ഷമിക്കും, ക്ഷമിച്ചാൽ അവർക്ക് അതിന്റെ പേരിലും അല്ലാഹു തആല കൂലി കൊടുക്കും. അതാ വ്യത്യാസം. ഇവർക്കത് ദുനിയാവിൽ തിരിച്ചടികൾ ഉണ്ടാവുമ്പോൾ അവർക്ക് ക്ഷമിക്കാൻ സഹിക്കാന്നുള്ള സംഗതിയൊന്നുമില്ല, ഈമാനിലല്ലോ. പിന്നെ അവർക്കുള്ളത് എന്താ? അവർക്കുള്ളത് പോയല്ലോ എന്നാ ദുഃഖം. അപ്പൊ ഭൗതിക ലോകത്തും കടുത്ത ദുഃഖം. ഇനി പരലോകത്തെത്തുമ്പോഴോ? പരലോകത്തെത്തുമ്പോൾ തദ്ഹഖാം ഫുസൂഹും കാഫിറൂൻ, നിഷേധികളായ നിലക്കാണ് അവരുടെ ആത്മാവ് പുറത്തു പോവുക, അഥവാ മരിച്ചുപോകൽ അങ്ങനെയാണ്. അവ പിന്നെ ആഖിറത്തിന്റെ കാര്യവും കട്ടപ്പുകയാവും. അതുകൊണ്ട് അല്ലാഹു തആല അവരെ പരീക്ഷിക്കുക മാത്രമാണ് ഇതുകൊണ്ട് ചെയ്തത്, ചൂണ്ടലിട്ട് പിടിക്കുന്നത് പോലെ, അല്ലാതെ അവരല്ലാഹു പരിഗണിച്ചതല്ല എന്ന് മനസ്സിലാക്കണം. എന്നിട്ടല്ല പറഞ്ഞു, വയഹലിഫൂന ബില്ലാഹി, ഈ കപടന്മാർ അവർ ശരിക്കും രണ്ട് മുഖമുള്ളവരാണല്ലോ. സഹാബത്തിന്റെ മുന്നിൽ വരുമ്പോൾ ഒരു മുഖം കാണിക്കും, അവിശ്വാസികളുടെ മുന്നിൽ മറ്റൊരു മുഖം കാണിക്കും. അവർ വയഹലിഫൂന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്തു പറയും, ഇന്നഹും ലമിൻകും, അവര് നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് സത്യം ചെയ്തു പറയും. ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ്, ഞങ്ങൾ വിശ്വാസികൾ തന്നെയാണെന്ന് സത്യം ചെയ്തു പറയും. വാസ്തവത്തിൽ വമാഹും മിൻകും, അവർ നിങ്ങളിൽപ്പെട്ടവരല്ല. കാരണം വിശ്വാസിക്ക് ചില ക്വാളിറ്റികളുണ്ട്, വിശ്വാസികൾക്ക് ചില മഹത്വങ്ങളുണ്ട്, വിശ്വാസികൾക്ക് ചില മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതൊന്നും അവർക്കില്ല. വലാകിന്നഹും ഖൗമുൻ യഫറഖൂൻ, അവർ ഭയമുള്ളൊരു വിഭാഗമാണ്. നമ്മൾ വിശ്വാസിയല്ല എന്ന സത്യം മുസ്ലിമീങ്ങൾ അറിഞ്ഞാൽ അവരെ വല്ലതും ചെയ്തേക്കുമോ എന്ന പേടി കൊണ്ട് നിങ്ങൾ ഇത് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അവർ അത്തരത്തിലുള്ളൊരു അഭിനയം നടത്തുന്നത്
കാരണം ലൗ യജിദൂന മൽജഅൻ, അവർക്ക് വല്ല അഭയസ്ഥാനങ്ങളും ലഭിച്ചാൽ, അത് മഗാറാത്തിന് അല്ലെങ്കിൽ വല്ല ഒളിസങ്കേതങ്ങളും കിട്ടിയാൽ, മൽജഅ ഭൂമിയിലുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം ലഭിച്ചു. മഗാറാത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് പർവ്വതത്തിലോ മറ്റോ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സന്ദർഭം ലഭിച്ചു. ഔ മുദ്ദഖലൻ, അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിലേക്ക് ഒരു അറ, ഒരു മാളം, ആ മാളം ലഭിച്ചു. അവിടെ ആരും കാണാതെ ഇരുന്നാൽ ഇനി മുസ്ലിമീങ്ങൾ നമ്മളെ കാണൂല എന്നുള്ളൊരു അവസ്ഥയിൽ ഒരു സുരക്ഷിത ഇടം ലഭിച്ചാൽ ലവല്ലൗ ഇലൈഹി വഹും യജ്മഊൻ, ധൃതിപ്പെട്ടുകൊണ്ട് അവരെന്താവും, അതിലേക്ക് അഭയം പ്രാപിക്കും. നിങ്ങളൊക്കെ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോവാൻ, അതിനൊന്നും ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മുമ്പിൽ അവർ നിൽക്കണേ. അങ്ങനെ നിൽക്കുന്ന ഈ കപടന്മാർ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല പഴുതും കിട്ടിയാൽ രക്ഷപ്പെട്ടു പോകും. അപ്പൊ രക്ഷപ്പെട്ടു പോകാൻ പഴുത് ലഭിക്കുന്നത് വരെ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? യുദ്ധത്തിലോ മറ്റോ സമരാർജിത സ്വത്തുക്കളും മറ്റു ലഭിക്കും, അതിന്റെ ആനുകൂല്യം കിട്ടണം. അവരമ്മളൊന്നും ചെയ്യാനും പാടില്ല. ഇതിനു വേണ്ടിയുള്ള ഒരു കുതന്ത്രം മാത്രമാണ് അവർ നടത്തുന്നത് എന്ന് കപടന്മാരുടെ അഡ്രസ് തെറിപ്പിക്കും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബയോഡാറ്റ കൃത്യമായി സഹാബത്തിന് മുസ്ലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന വിശദീകരിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നല്ലത് ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.